ഹായ് മക്കളെ, ശ്രീഭാമ മിസ് ആണ്. അപ്പം മക്കളെ, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നത്. കാരണം എക്സാം ടൈം ആണ്, നിങ്ങൾ അടിപൊളിയായിട്ട് ചാപ്റ്റർ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ റിവിഷൻ ചെയ്യണം, ക്വസ്റ്റ്യൻസുകൾ പഠിക്കണം അല്ലേ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദേ പിടിച്ചോ. എക്സ്പ്ലെയിൻ ദ വാട്ടർ സൈക്കിൾ ഇൻക്ലൂഡിങ് ഇവാപറേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ. എന്താണ് വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാം, വാട്ടർ, നമ്മുടെ റെയിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? ഒരുപാട് സമയം എടുത്ത് ഒരുപാട് ലോങ് പ്രോസസ് ആണ് അല്ലേ? എന്ന് വെച്ചാൽ പോവാ വരാ എന്ന് പറയുന്നത് സൈക്കിള് പോലെയാണ് നമ്മുടെ റെയിനിൻ്റെ കേസ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ആദ്യം നമ്മുടെ വാട്ടർ ഓഷനിലായിക്കോട്ടെ, പോണ്ട് ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, റിവർ ആയിക്കോട്ടെ, അതിൽ നിന്നൊക്കെ സൺലൈറ്റിൻ്റെ ചൂടിൽ അത് എന്തായിട്ട് മാറുകയാണ്? ഗ്യാസ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റീം ആയിട്ട്, നീരാവിയായിട്ട് പോവാണ് അല്ലേ? അപ്പം ആദ്യം തന്നെ വാട്ടർ നേരെ ഗ്യാസ് ആയിട്ട് പോകുന്ന ഈ ഒരു പ്രോസസ്സാണ് ഇവാപറേഷൻ എന്ന് പറയുന്നത്. ലിക്വിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുക അല്ലേ? വെള്ളം ചൂടായിട്ട് നീരാവിയായിട്ട് പോവുക, അതിനെയാണ് നമ്മൾ ഇവാപറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പോയ സാധനം എന്ത് ചെയ്തു? നമ്മുടെ മേഘമായി തണുത്ത് എന്തായിട്ട് വന്നു? ക്ലൗഡായിട്ട് മാറി, തണുത്ത് വീണ്ടും തിരിച്ച് മഴയായിട്ട് വരികയാണ് ചെയ്യുന്നത് അല്ലേ? മേഘം മഴയായിട്ട് വരുമ്പോൾ അതിനെ നമ്മൾ കണ്ടൻസേഷൻ എന്നാണ് പറയുക. എന്ന് വെച്ചാൽ എന്താ? ഗ്യാസ് ആയിട്ട് പോയ സാധനം തിരിച്ച് ലിക്വിഡായിട്ട് വരിക, നേരെ തിരിച്ച്. ഇവാപറേഷൻ ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് തിരിച്ച് നമുക്ക് മഴയായിട്ട് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ ഒരു സൈക്കിള് പോലെയാണ് കണ്ടൻസേഷനും ഇവാപറേഷനും പ്രസിപ്പിറ്റേഷനും ഒക്കെ മാറി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നടക്കുന്നതാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമുക്ക് റെയിൻ ഉണ്ടാകുന്നത് എന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പം നോക്കൂ, the water from the ocean and the earth's surface evaporate into the atmosphere as vapors and return as rain, hail or snow, ultimately falling back to the oceans. The circulation of water is known as water cycle. ഇതേപോലെ തന്നെ ഓഷ്യനിൽ നിന്നോ റിവറിൽ നിന്നോ എവിടെ നിന്നോ ആയിക്കൊള്ളട്ടെ, വാട്ടർ മുകളിലോട്ട് പോയി തണുത്ത് തിരിച്ച് മഴയായിട്ടോ സ്നോ ആയിട്ടോ റെയിനൊക്കെ ആയിട്ടോ തിരിച്ചു വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലടാ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. വാട്ടർ സൈക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കൾക്ക് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന പോർഷനാണ്. ഓക്കെ, അപ്പോൾ ദ വാട്ടർ സൈക്കിൾ ഇസ് കണ്ടിന്യൂസ് പ്രോസസ് ദാറ്റ് ഡിസ്ക്രൈബ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ വിത്തിൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ ആൻഡ് സർഫസ്. അതിൽ ഇവാപറേഷൻ ഉണ്ട്, കണ്ടൻസേഷൻ ഉണ്ട്, പ്രസിപ്പിറ്റേഷൻ ഉണ്ട്, കളക്ഷൻ ഉണ്ട്. ഇവാപറേഷൻ എന്ന് പറയുമ്പോൾ വാട്ടർ എന്തായിട്ട് മാറുക? വാട്ടർ വേപ്പർ ആയിട്ട് മാറുക. കണ്ടൻസേഷൻ വാട്ടർ വേപ്പേഴ്സ് തിരിച്ച് എന്തായിട്ട് മാറുക? ഡ്രോപ്പ് ആയിട്ടുള്ള റെയിൻ ആയിട്ട് തിരിച്ചു വരാം അല്ലേ? ഇനി precipitation, when water droplets in cloud combine and grow larger, they eventually fall back on the earth's surface as precipitation അല്ലേ? when water drops in cloud combine and grow larger, അപ്പോൾ ആ ക്ലൗഡിനകത്ത് ഉണ്ടാകുന്ന വാട്ടർ ഒക്കെ എന്താണ്? ഇങ്ങനെ കൂടി വലുതായിട്ട് ബാക്കിലോട്ട് നമ്മുടെ എർത്തിലോട്ട് തിരിച്ചു വരുന്നത് precipitation എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ കളക്ഷൻ ആണ്. the precipitation collection is in bodies of water such rivers, lakes, ഓഷ്യൻസിലൊക്കെ തിരിച്ച് നമുക്ക് വാട്ടർ ആയിട്ട് കിട്ടുന്നതാണ് കളക്ഷൻസ്. ഇങ്ങനെയാണ് ഒരു വാട്ടർ സൈക്കിൾ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. ഹൗ ഡസ് വാട്ടർ ഇൻ പഡിൽ ഇവൻച്വലി ഡിസപ്പിയർ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ ഇൻ എ പഡിൽ ഇവൻച്വലി ഡിസപ്പിയർ ഡ്യൂ ടു ദ ഇവാപറേഷൻ അല്ലേ? അത് കറക്റ്റ് ആയിട്ട് എന്താ പറയാൻ പറ്റുക? ഈ സെയിം പറഞ്ഞ പ്രോസസ്സ് പോലെ ഇവാപറേഷൻ, ലിക്വിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ് ആണ് ഇവാപറേഷൻ. അങ്ങനെ വാട്ടർ വേപ്പേഴ്സ് എന്തായിട്ട് വാട്ടർ വേപ്പർ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്കത് പറയാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ ദ വാട്ടർ ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഗ്യാസ് സ്റ്റേറ്റ് ഈസ് കോൾഡ് വാട്ടർ വേപ്പർ. The water vapor is another states of water അല്ലേ? അപ്പോൾ വാട്ടർ എന്ന് പറയുന്ന സാധനം ചൂടാക്കി, ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന പരിപാടി, നമ്മൾ വെള്ളം ചൂടാക്കല്ലേ ഏതൊരു പരിപാടിക്കും ചെയ്യാം, കുക്ക് ചെയ്യുമ്പോൾ ചെയ്യാം. വെള്ളം ചൂടാക്കുക പറയുമ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ ഗ്യാസ് സ്റ്റേറ്റിലോട്ട് പോവാണ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് വെക്കാം. അതേപോലെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇപ്പോൾ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വെള്ളം തളിച്ചിട്ട് എന്ത് ചെയ്യും? ദോശ ഉണ്ടാക്കും അല്ലേ? അപ്പോൾ വെള്ളം തളിച്ച വെള്ളം എങ്ങോട്ടേക്കാണ് പോയത്? സിമ്പിളായിട്ട് നമുക്ക് പറയാം, അവിടെ നടന്നതും ഇവാപറേഷൻ തന്നെയാണ് അല്ലേ? ഇവാപറേഷൻ പ്രോസസ് തന്നെയാണ്. അപ്പോൾ വൈൽ മേക്കിംഗ് ദോസ വി സ്പ്രിങ്കിൾ സം വാട്ടർ ഓൺ ഇറ്റ് ഓൺ ദ പാൻ ഡിസപ്പിയേഴ്സ്. വേർ ഡസ് ഇറ്റ് ഗോ ചോദിച്ചാൽ പറയാൻ പറ്റും, ദ വാട്ടർ വി സ്പ്രിങ്കിൾ ഓൺ ദ ഹോട്ട് പാൻ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റീം ഇവൻച്വലി വാട്ടർ വേപ്പർ സം പാർട്ട് ഓഫ് ദ വാട്ടർ സം ഓഫ് വിച്ച് ഇസ് കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സാധനം ഇവാപറേഷൻ വഴിയാണ് മുകളിലോട്ട് പോകുന്നത്. നമ്മൾ ആ സാധനം മാജിക് ആയിട്ട് പോയെന്ന് വിചാരിച്ചതൊക്കെ തെറ്റി. ഇവാപറേഷൻ എന്ന പ്രോസസ്സ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അതേപോലെ നമ്മൾ ഡ്രൈ ചെയ്യുക അല്ലെ? ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യാൻ ഇടൂലേ? അവിടെ ഇവാപറേഷനാണ്. കാര്യം എന്താ? ആ വെള്ളം നേരെ നീരാവിയായിട്ട് പോയതുകൊണ്ടാണ് നമുക്ക് ഡ്രസ്സ് ഉണങ്ങി കിട്ടുക എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതൊക്കെ എക്സാമ്പിൾ ആണ്. റെഡി? അപ്പോൾ നോക്കിക്കോ, ദ പ്രോസസ് ഓഫ് കൺവേർഷൻ വാട്ടർ ഇൻ ടു വാട്ടർ
വേപ്പർ ഇല്ലെങ്കിൽ വേപ്പർ സ്റ്റേറ്റിലോട്ട് പോകുന്നതിനാണ് ഇവാപറേഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഇവാപറേഷൻ ടേക്ക് പ്ലേസ് കണ്ടിന്യൂസ്ലി നടക്കുന്ന ഒരു പ്രോസസ് ആണെന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നു. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. വാട്ട് ഹാപ്പൻസ് ടു വാട്ടർ വെൻ ഇറ്റ് ഫ്രീസസ്? വെള്ളം ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഫ്രിഡ്ജിൽ പോയിട്ട് വെള്ളം തണുപ്പിച്ചു കഴിഞ്ഞാൽ എന്താടാ കിട്ടുക? ഐസ് അല്ലേ കിട്ടുക. അപ്പൊ ചോദിക്കാനുണ്ടോ, വെൻ വാട്ടർ ഫ്രീസസ് ഇറ്റ് ചേഞ്ചസ് ടു ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ് നിന്ന് സോളിഡ് സ്റ്റേറ്റ് ആയിട്ട് മാറി ഐസ് ആയിട്ട് മാറി. അപ്പൊ നോക്കിക്കോളൂ, ഇതിൽ നമ്മൾ പറഞ്ഞു ഐസ് ആയിട്ട് മാറി അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ വാട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം ലിക്വിഡ് സ്റ്റേറ്റ് ആണെന്നറിയാം. അത് നേരിട്ട് ഐസ് ആയിട്ട് മാറി പറയുമ്പോൾ സോളിഡ് സ്റ്റേറ്റ് ആണ്. സോ ലിക്വിഡ് സ്റ്റേറ്റ് സോളിഡ് സ്റ്റേറ്റിലോട്ട് മാറി എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറയാൻ പറ്റും ഫ്രീസിങ് ആണ് സംഭവിച്ചത്, ഫ്രീസ് ആവാണ് ചെയ്തത് അല്ലേ. അപ്പൊ നോക്കൂ, വെള്ളം എന്ന് പറയുന്ന സാധനം നമ്മൾ ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്കത് ഐസ് ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റി? ഐസ് ക്യൂബ് കിട്ടി, അവിടെ ഫ്രീസിങ് സംഭവിച്ചു പറയാൻ വേണ്ടി പറ്റി. അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് സെറ്റായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കോണ്ടന്റ് വീഡിയോസും ലൈവ് വീഡിയോസും ഒക്കെ എൻ്റെ മക്കൾ കാണണം. സോ ഉഷാറായി തന്നെ പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ. സീരിയസ് ബൈ ബൈ.